കുറച്ച് ദിവസം കൊണ്ട് എന്തൊരു മഴയാണല്ലേ, ഒട്ടും തോർന്നിട്ടേ ഇല്ല. നമ്മുടെ മുറ്റത്തെ മരങ്ങളുടെ ഇലകളൊക്കെ വീണിട്ട് നമ്മുടെ മുറ്റം നല്ല പരുവത്തിലായിട്ട് കിടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ തവണ കായ്ക്കാത്ത കുടംപുളി ഇത്തവണ കായ്ച്ചിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടൊക്കെ കായ്കളുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, നല്ല കാറ്റത്ത് പച്ച പുളി വരെ ഞെട്ടറ്റ് താഴത്ത് വീണ് പോവുകയാണ് കേട്ടോ. അതുപോലെ തന്നെ വെള്ളം വീണിട്ട് വെയിറ്റ് കൂടി താന്ന് കിടക്കുന്ന ഒത്തിരി ചെടികളുണ്ട് നമ്മുടെ മുറ്റത്ത്. അപ്പോൾ അതെല്ലാം ഒന്ന് ജസ്റ്റ് അതിൻ്റെ തണ്ട് കട്ടായി പോകാതെ നമുക്കൊന്ന് കെട്ടിക്കൊടുക്കണം. ഞാൻ വാഴനാരിൻ്റെ വീതിയുള്ള വാഴനാര് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കെട്ടിക്കൊടുക്കാറ്. അതാകുമ്പോൾ അതിൻ്റെ തണ്ടൊന്നും കട്ടായി പോകില്ല. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ വീടിൻ്റെ തൊട്ട് മുറ്റത്ത് റോഡ് ജസ്റ്റ് ക്രോസ് ചെയ്ത ശിവക്ഷേത്രമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ ഈ റോഡ് സൈഡിൽ നിൽക്കുന്ന പൂക്കളൊക്കെ പറിച്ചിട്ടാണ് കൊണ്ട് കൊടുക്കാറ്. അപ്പോൾ അങ്ങോട്ട് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ കുറച്ച് പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മുറ്റത്ത് കൂടുതലും ഇലച്ചെടികളാണ്. അപ്പോൾ ജസ്റ്റ് കമ്പ്, അതിൻ്റെയൊക്കെ ഓരോ കമ്പ് കൊണ്ട് കുത്തി കൊടുത്തേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ എല്ലാം നമുക്ക് പൂ തരാൻ പരുവത്തിന് വളർന്നു വന്നിട്ടുണ്ട്. ശംഖുപുഷ്പവും ചെത്തിയും ചെമ്പരത്തിയും അതുപോലെ നന്ദ്യാർവട്ടം ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ മഴ സമയത്ത് ഈ തുണി ഉണക്കി കിട്ടുക എന്നുള്ളതിനെക്കാട്ടിയും അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ മുറ്റം വൃത്തിയാക്കലാണ്. ഈ മരങ്ങളും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. അപ്പോൾ കിട്ടുന്ന സമയത്ത്, മഴ തോർന്ന് നിൽക്കുന്ന ഏത് സമയത്താണോ ആ സമയത്ത് നമ്മൾ മുറ്റമൊക്കെ അടിച്ചു വാരി ഇട്ടില്ലെങ്കിൽ നമുക്ക് തന്നെ ഇരട്ടി പണിയാവേ. കൃത്യം പറയുകയാണെങ്കിൽ ഒരു 1.5 മാസത്തോളമായിട്ടോ ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. വേറൊന്നുമല്ല, ഫിസിക്കലി കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളും ഹോസ്പിറ്റൽ കയറിയാറൊക്കെ ആയിട്ട് അത്യാവശ്യം ബിസിയായിരുന്നു. അപ്പം നമുക്കൊരു ശരീരത്തിന് സുഖമുണ്ടെങ്കിലല്ലേ നമുക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ഒരു മൂഡ് ഉണ്ടാകത്തുള്ളൂ. അതുപോലെ നമ്മൾ ഫോൺ എടുക്കുന്നത്, റീൽസ് കാണുന്നതൊക്കെ നമുക്കൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം ഇങ്ങനത്തെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാഞ്ഞത്. 330 സബ്സ്ക്രൈബേഴ്സേ എനിക്കുള്ളൂ. വീഡിയോസ് ഇടാത്തത് കൊണ്ട് അവരോട് എന്നെ മറന്നു കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി ഇതുപോലത്തെ നമ്മുടെ മുറ്റവും ചെടികളും ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസൊക്കെ ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. മാക്സിമം കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇന്നത്തെ വൈകുന്നേരത്തെ വൃത്തിയാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാളത്തെ പരിപാടിയായിട്ട് നമുക്ക് ഇനിയും കാണാം. മാക്സിമം സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ.